വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹനാസ് PC കോർണർ. ഇന്ന് നമ്മൾ 2026 ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട 30 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്ലൈഡ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് ഓപ്ഷൻസ് വെക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ഓപ്ഷൻസ് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ ചാനലായ ഹനാസ് PC കോർണർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമ്മളിടുന്ന വീഡിയോസ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന മെഫെ ഡ്രോൺ നിർമ്മാണ ലാബ് തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ഏത്? ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്ക്മേറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെ? ആറ്റുകാൽ. 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആര്? അരുന്ധതി റോയ്. സമഗ്ര നഗര നയം കോംപ്രഹെൻസീവ് അർബൻ പോളിസി രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആര്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്തിടെ ബ്രിട്ടൻ ഡെയിംഹുഡ് അംഗീകാരം ലഭിച്ച വംശജ ആര്? മിറ സിയാൽ. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏത്? ബാറ്റിൽ ഓഫ് ഗാൽവാൻ. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് ഏത്? പിനാക്ക റോക്കറ്റ്. ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്? ഗുവാഹത്തി ടു കൊൽക്കത്ത. 2026 ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? കിലിയൻ മർഫി. സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി അംഗത്വം സ്വീകരിച്ച അന്താരാഷ്ട്ര കൂട്ടായ്മ ഏത്? ബ്രിക്സ്. 2026 ജനുവരിയിൽ കാട്ടുതീ പടർന്ന പാൻഗോലാഗ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? സിക്കിം. കേരള സർക്കാർ 2026 ജനുവരിയിൽ ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനായി പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏത്? കേരള AI മിഷൻ. 2026 T20 ലോകകപ്പിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏത്? ബംഗ്ലാദേശ്. മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എത്ര? 687 രൂപ. വിദ്യാർത്ഥിയുടെ പിഴവ് കൊണ്ടല്ലാതെ സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് പ്രസ്താവിച്ച ഹൈക്കോടതി ഏത്? അലഹബാദ് ഹൈക്കോടതി. റിപ്പബ്ലിക് ദിന പരേഡിൽ CPRFന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥ ആര്? സിമ്രാൻ ബാല. കാസരിങ്ങ എലിവേറ്റഡ് കോറിഡോർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തത് ആര്? നരേന്ദ്രമോദി. ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയാവുന്ന ഇന്ത്യൻ നഗരം ഏത്? മുംബൈ. KSEBയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഏത്? ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. പൂനെ ഗ്രാൻഡ് ടൂർ 2026 ഗുഡ്വിൽ അംബാസിഡർ ആര്? മഹേന്ദ്ര സിംഗ് ധോണി. 2026 ടെയ്ലർ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞ ആര്? ടോബി കീഴ്സ്. രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ കമ്മീഷൻ ഏത്? കേരള PSC.
ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമവിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? കർണാടക. 2026 ബ്രിക്സിന്റെ പ്രമേയം എന്ത്? ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നൊവേഷൻ, കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ദ ഔട്ട്സൈഡർ, എ മെമ്മോയർ ഓഫ് മിസ്ഫിറ്റ്സ് എന്ന ബുക്ക് എഴുതിയത് ആര്? വീർദാസ്. 83 ഗോൾഡൻ ഗ്ലോബ് 2026 മികച്ച ചിത്രം ഏത്? ഹാമിറ്റ്. കാലാവസ്ഥാ പൗരത്വം, ക്ലൈമറ്റ് സിറ്റിസൺഷിപ്പ് ആരംഭിച്ച രാജ്യം ഏത്? നൗറു. കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സാങ്ച്വറി ഏത്? ആറളം. 4ാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഡോക്ടർ കെ ശ്രീകുമാർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോസിനായി ഹനാസ് PC കോർണർ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനെല്ലാം കറക്റ്റായിട്ട് ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്